SFI ചൊല്ലി CPM-ഉം CPI-യും തമ്മിലുള്ള തർക്കം തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ബിനോയ് വിശ്വം SFIയെ വിമർശിച്ചത്. SFI തിരുത്തണം എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിന് AK ബാലനാണ് മറുപടി നൽകിയത്. SFIയുടെ ചോര കുടിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ AK ബാലൻ പറഞ്ഞത്. അത് മുന്നണിക്കുള്ളിലുള്ളയാളായാലും വെളിയിലുള്ള ആളായാലും ഒരേ രീതിയിൽ തന്നെയാണ് പറയുന്നതെന്നും AK ബാലൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മറുപടി നൽകി. താൻ ആ നിലപാടിൽ SFI തിരുത്തണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തിനെതിരെ SFIയും ഇന്ന് അഭിപ്രായം പറയുകയുണ്ടായി. PM ആർഷോയാണ് ബിനോയ് വിശ്വത്തിനെതിരെ ഇന്ന് സംസാരിച്ചത്. SFI തുടർച്ചയായി വിവാദങ്ങളിൽപ്പെടുന്നത് മുന്നണിക്ക് തന്നെ മോശം പ്രതിച്ഛായ ഉണ്ടാക്കുന്നുവെന്നാണ് CPIയുടെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് പതിവില്ലാത്ത വിധം കടുത്ത വിമർശനവുമായി CPI സംസ്ഥാന സെക്രട്ടറി തുടർച്ചയായി രംഗത്തു വരുന്നത്. പ്രതിപക്ഷം പറഞ്ഞതിനേക്കാൾ രൂക്ഷമായ ഭാഷയിൽ CPIയുടെ സെക്രട്ടറി SFI വിമർശിച്ചത് കടുത്ത SFI വികാരം പേറുന്ന CPM-ന്റെ തലമുതിർന്ന നേതാക്കളെ പോലും അസ്വസ്ഥരാക്കുന്നു. വഴിയിൽ കെട്ടി തൂക്കിയ ചെണ്ട എന്ന രൂപത്തിലാണല്ലോ ചിലരൊക്കെ കാണുന്നത്. SFIയെ സംബന്ധിച്ചിടത്തോളം തിരുത്തേണ്ടതുണ്ടെങ്കിൽ അത് തിരുത്താൻ ആ സംഘടനക്ക് കഴിവുണ്ട്. ഭരണാധികാരികളുടെ തണലിൽ വളർന്നൊരു സംഘടനയല്ലത്. അല്ല, മുന്നണിക്കകത്തുള്ള ആൾക്കാരായാലും പുറത്തുള്ള ആൾക്കാരായാലും അവർക്കൊക്കെ തന്നെ വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. ബാലനെ തള്ളാതെയും നിലപാട് തിരുത്താതെയുമായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ ഇന്നത്തെ പ്രതികരണം. ഞാൻ പറയുന്നു SFIക്കകത്ത് ആവശ്യമായ മാറ്റം ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞു. അത് ബാലന്റെ അഭിപ്രായമായിരിക്കും. SFIയുടെ രക്തം കുടിക്കാൻ സമ്മതിക്കില്ല ആരെയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അകത്തുള്ള ആളായാലും പുറത്തുള്ള ഞാനും സമ്മതിക്കില്ല. ഈ തിരുത്തണമെന്ന് പറയുന്നവർക്ക് SFIയുടെ ചൊല കൊടുക്കാൻ ഞാനും സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു SFI തിരുത്തണം. ബിനോയ്ക്കെതിരെ SFIയും രംഗത്ത് വന്നു. ഇത്തരം ആളുകളുടെ പോസിറ്റീവായിട്ടുള്ള വിമർശനങ്ങളെയൊക്കെ ഞങ്ങൾ ആ നിലയ്ക്ക് തന്നെ കാണും. ഏതൊരാൾക്കും ഞങ്ങൾ ഈ വിമർശനത്തിന് അതീതരൊന്നുമല്ല. ഞങ്ങൾ എല്ലാ വിമർശനത്തെയും ഉൾക്കൊള്ളുന്നതിന് വേണ്ടി തിരുത്താനും ഞങ്ങൾ തയ്യാറാണ്. എന്നാൽ തെറ്റായി സൃഷ്ടിക്കപ്പെടുന്ന ചിത്രീകരണങ്ങളുടെ പുറത്ത് വലതുപക്ഷത്തിന്റെ അജണ്ടയ്ക്ക് തലവെച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്വപ്പെട്ട നേതാക്കൾ തയ്യാറാകരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് വളരെ വിനീതമായി സൂചിപ്പിക്കാനുള്ളത്. ഈ സാഹചര്യത്തിൽ SFIയെ ചൊല്ലി കഴിഞ്ഞ ദിവസം നിയമസഭയിലും രൂക്ഷമായ ഭരണ പ്രതിപക്ഷ വാഗ്വാദമാണ് ഉണ്ടായത്. മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കാൻ KSU ശ്രമിക്കുകയാണെന്നും അത് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ പ്രതിപക്ഷം ഗൂഢാലോചന നടത്തുകയാണെന്നുമാണ് CPM-ന്റെ വാദം. ന്യൂസ് 18 തിരുവനന്തപുരം.